നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടെ അഭിമുഖം ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഓരോ മാധ്യമപ്രവർത്തകനും മാധ്യമപ്രവർത്തകയും ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടായിരിക്കുക. ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു വിജയം നേടിയ ഒരു നിമിഷത്തിലാണെങ്കിൽ എത്രയായിരിക്കും സന്തോഷം. ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ട റിപ്പോർട്ടർ പ്രേക്ഷകർക്കും സ്വാഗതം. തത്സമയം സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ MP നമുക്കൊപ്പം ചേരുകയാണ്. എനിക്കൊപ്പം ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, റിപ്പോർട്ടർ, MD ആൻഡ് മാനേജിംഗ് എഡിറ്റർ. സർ, സന്തോഷമായില്ലേ സാറിന്? വളരെയധികം സന്തോഷമാണ്. തൃശ്ശൂർ എടുത്തു. സുരേഷ് ഏട്ടൻ്റെ മുമ്പിൽ എൻ്റെ റിപ്പോർട്ടർ TVയിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ 1-to-1 ഇൻ്റർവ്യൂ ആണ്. അത് സുരേഷ് ഏട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വെൽക്കം ടു ദിസ് ഷോ സുരേഷ്. സുരേഷ് ഏട്ടാ, തൃശ്ശൂരുകാർ മാത്രമല്ല, ലോകത്തെവിടെ മലയാളിയുണ്ടോ അവരാഗ്രഹിച്ച ഒരു വിജയമെന്ന് പറയുന്നത് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ തൃശ്ശൂരായിരുന്നു. ആ സന്തോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ, അങ്ങയുടെ ലീഡ് ഉയരുന്ന വേളയിൽ, അവസാനം വിജയത്തിലേക്ക് 70,000 കടന്ന് അങ്ങ് ആ വിജയ മൊമെന്റിലേക്ക് എത്തുമ്പോഴും ആ സന്തോഷം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അങ്ങേക്ക് നേരിട്ട് അനുഭവപ്പെട്ടുണ്ടാവും. ആ ഒരു വാക്കിനോട് ആഗ്രഹിച്ച ലോകം മുഴുവൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതിനോട് ചേർത്ത് ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് അവരുടെ അവകാശമായിരുന്നു. അപ്പോൾ ഈ വിജയം, ആ വിജയത്തിലെ തന്നെ തിളക്കം, ഇങ്ങനെ ഓരോ 10,000 കടക്കുമ്പോഴുമുള്ള അവകാശ നേട്ടം എന്ന് പറയുന്നത് ആദ്യം പ്രതിഫലിച്ചത് അവരുടെ വികാരങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും അവരുടെ തിരിച്ചെന്നോട് പല വഴിയെ എത്താൻ സാധിച്ച ആൾക്കാർ പകർന്നു നൽകിയ ഹൃദയ വായ്പകളാണ്. എനിക്ക് സത്യത്തിൽ എൻ്റെ ത്രില്ല് അത് തന്നെയാണ്. അങ്ങനെ ഒരു ബ്ലാസ്ഫമി പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെയും ദൈവത്തിൻ്റെ നൽകലുകളെയും നമ്മൾ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രം പറഞ്ഞ് നിർത്താം. ഞാനിത് കണ്ടിരുന്നു എന്ന് പറയുന്നത് ബ്ലാസ്ഫമി ആയിപ്പോകും. കാരണം ഞാനിത് തീർത്തും ദൈവത്തിൻ്റെ ഇച്ഛ നടപ്പിലായി എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ അത്രയും സിൻസിയറായിട്ടാണ് ഞാൻ തൃശ്ശൂരും കേരളത്തിലെ ജനങ്ങളോടും ഞാൻ ഒരുപക്ഷെ എൻ്റെ ഹൃദയം കൊണ്ട് സമ്മതിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്, ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ്. അതിന് ഒട്ടും ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരുപക്ഷെ പൊതുസമൂഹം വിലയിരുത്തി പറയുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മെന്റൽ കണ്ടീഷൻ ഓഫ് എ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു മാലിന്യങ്ങളുമില്ലാന്ന് ഞാൻ ഇപ്പോഴും നെഞ്ച് പിളർത്തി, ചങ്ക് പിളർത്തി കാണിക്കാൻ തയ്യാറാണ്. ഇല്ല, ഞാൻ സത്യസന്ധമായ സ്നേഹത്തോടെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്വഭാവ സവിശേഷത ഒന്നിനു വേണ്ടിയും എനിക്ക് മാറ്റിവെക്കാനൊക്കത്തില്ല. എനിക്ക് സങ്കടം വന്നാൽ ഞാൻ എക്സ്പ്രസ് ചെയ്യും. എനിക്ക് ഗ്ലസറിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ഒരു മുഹൂർത്തം വന്നാൽ ഞാൻ കരയും, ചിലപ്പം വിങ്ങിക്കരയും. എനിക്ക് കോപമല്ല എനിക്ക് വരുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ആംഗ്വിഷ് എന്ന്. ആംഗ്വിഷ് ഇസ് പ്രൊപ്പഗേറ്റഡ് ഓർ ഇറ്റ് ഇസ് കാറ്റപ്പൾട്ടഡ് ബൈ ഇമോഷൻ. ഇപ്പൊ കരുവന്നൂർ എന്ന് പറയുന്നത് എനിക്ക് ആംഗ്വിഷാണ്. ആംഗ്വിഷിന് എന്താ പറയുന്നത്? ക്രോധമോ? ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ള എന്റെ ക്രോധത്തിലോ കോപത്തിലോ അത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇറ്റ് വാസ് ഓൺലി നോട്ട് ആങ്കർ ബട്ട് ആംഗ്വിഷ്. അതിനിയും ഉണ്ടാവും. ഒരു റിഫ്ലക്ഷൻ ഓഫ് സുരേഷ് ഗോപി. അതായത് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം പലരോടും തൃശ്ശൂർ മണ്ഡലത്തിലായാലും അവിടെ ഈ നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പരിപാടികളുടെ ഭാഗമായിട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് സുരേഷ് ഗോപി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് കുപ്രചരണങ്ങൾ പല തരത്തിലായിരുന്നു. അതായത് BJP എന്നുള്ള പാർട്ടിയോടുള്ള വിരോധമുണ്ടാകാം, അതുപോലെ തന്നെ ചാണകമെന്ന് വിളിച്ചുകൊണ്ട് കേരളം ചാണകത്തിൽ ചവിട്ടരുത്, തൃശ്ശൂരിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാകാം. അതേസമയം മതത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിരീട സമർപ്പണത്തെ വിവാദമാക്കുന്നതായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കരുവന്നൂരിൽ 18 മണിക്കൂർ പദയാത്ര നടത്തിയപ്പോൾ പദ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാകാം. അങ്ങനെ പറയാവുന്നതിന്റെ പരമാവധി എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിപരമായി ഒരു പേഴ്സണൽ ലെവലിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപിയാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? എന്തായിരുന്നു അങ്ങയുടെ മനസ്സ്? ഇത്രേ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയുള്ളൂ. കാരണം അതെന്റെ ഒരു കൺവീനിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എസ്കേപ്പിസത്തിനുള്ള
ഒരു മോഡ്യൂളായിട്ട് ഞാൻ എടുത്ത് അതിനെ അങ്ങ് മാറ്റിവെച്ചു. അതായത് അങ്ങനെ ഉള്ള കൂരമ്പുകൾ, വിഷയമ്പുകൾ എനിക്ക് നേരെ എയ്യേണ്ടത് അവർക്ക് ഒരുപക്ഷെ കാലിനടിയിലെ മണ്ണ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് ഉയരാൻ അവർക്കത് ചെയ്തേ മതിയാവൂ. ഇറ്റ് ഇസ് ദെയർ പൊളിറ്റിക്കൽ വിഷ്യസ് ഇന്റന്റ്. അങ്ങനെ ഞാൻ അങ്ങനെ ട്രാൻസാക്ട് ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് വിഷമമില്ല. അവർക്കിതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല, ജീവിച്ചോട്ടെ, തീർന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഇയാളെന്ന് വളരെ സത്യസന്ധമായി എന്നെ അറിയുന്ന ഒരാൾ പറയുമ്പോൾ അയാളെയും അയാളുടെ കുടുംബത്തെയും, എൻ്റെ ഭാര്യയും മക്കളും, അവർക്കിന്നും രാഷ്ട്രീയമില്ല. ഒരച്ഛനോട് മക്കൾ അങ്ങനെ ചായ്ഞ്ഞു നിൽക്കണം, ഒരു ഭർത്താവിന് എങ്ങനെ സംരക്ഷിച്ചു നിൽക്കണം. ഭർത്താവിൻ്റെ ഒരു ഹാർട്ടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഭാര്യയ്ക്കാണ് അറിയാവുന്നത്. ഒരു ചെറിയ വിങ്ങൽ വന്നാൽ വരുന്നതിന് മുമ്പ് അവളതറിയും. ആ വിങ്ങൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം അവൾക്കുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ചേഷ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവരെയൊക്കെ കൊണ്ടുവന്നൊന്ന് ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ അവരുടെ നേരെ അമ്പ് പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഭദ്രകാളിയാവാൻ തോന്നും. ഇതെല്ലാം ഉണ്ടാവും. എന്നെ എന്ത് വേണേ പറഞ്ഞു, എന്നെ പറഞ്ഞതെല്ലാം സത്യത്തിൽ എനിക്ക് ഈശ്വരാനുഗ്രഹമായി മാറി. കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി. എനിക്ക് നേരെ ഒരു അമ്പ് വന്ന് എൻ്റെ ദേഹത്ത് തറയ്ക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ മുനയൊടിച്ചു എന്ന് പറയുന്നത്, എനിക്കിതിൽ പകരം ഈശ്വരാനുഗ്രഹം വേറെ എന്ത് വേണം? എന്തൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കണ്ടത്? അതെ, ഒരുപാട് കാര്യങ്ങൾ ഇല്ലേ, ഒരുപാട് കേസ് വരെയായി. ആ കേസിന്റെ സമയത്തൊക്കെ വ്യക്തിപരമായി വേട്ടയാടുകയായിരുന്നു. അപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴായാലും എനിക്കറിയാവുന്ന സുരേഷ് ഏട്ടൻ അതല്ല എന്ന് പറയുമ്പോൾ എന്റെ സഹപ്രവർത്തകർക്ക് പോലും അത് വിശ്വാസമായിരുന്നില്ല എന്നുള്ളത് ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു പരിധിവരെ BJP, ഞാൻ 2 ദിവസം മുൻപ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങയുടെ വ്യക്തിപ്രഭാവം തൃശ്ശൂരിൽ വളരെയധികം ഈ ഇലക്ഷനിൽ ഗുണം ചെയ്തു എന്ന് വാദിച്ച ഒരാളാണ്. പാർട്ടിക്കപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം, BJPക്കപ്പുറം അങ്ങയുടെ വ്യക്തിപ്രഭാവമാണ് തൃശ്ശൂരിൽ പ്രതിഫലിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങേക്ക് എന്ത് തോന്നും? ഞാനിതിന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ മറുപടി എനിക്ക് പറയാം. ഞാൻ പെരുമാറി, ഐ ബിഹേവ്ഡ്. വാട്ട് വാസ് ദി മാനുഫാക്ചറേഴ്സ് റിസൾട്ട്? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും റിസൾട്ട് എന്തായിരുന്നു? ദ മാനുഫാക്ചറേഴ്സ് റിസൾട്ട്. ഒരു ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ട് ഇതാണെന്ന് ഞാൻ എന്നെ എക്സിബിറ്റ് ചെയ്യും. അതിനകത്ത് ഞാൻ തന്നെ ഒരുപക്ഷെ എൻ്റെ ഒരു ന്യൂനതയാണിത് എന്ന് വിചാരിച്ചതിനെ ഞാൻ മറച്ചു വെച്ചില്ല. ഐ ഹവ് എക്സിബിറ്റഡ് മൈസെൽഫ് വിച്ച് ദ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. ദ പീപ്പിൾ വിത്ത് നോ വിഷ്യസ് ഇൻറ്റെൻഡ്, ദേ അണ്ടർസ്റ്റുഡ്. അവരത് മനസ്സിലാക്കിയതാണ് എൻ്റെ വിജയം. ഇനി ഞാൻ തന്നെ കാല് തൊട്ട് വണങ്ങി കുടുംബത്ത് പോയി ഊണും കഴിച്ച് ഇലക്ഷന്റെ തലേന്നാണ്. പക്ഷെ അദ്ദേഹം അത് ഇലക്ഷന്റെ സമയത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞ് പറഞ്ഞത് ജയിക്കില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ് വഴക്കമില്ല. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല 10 പേര് കൂടി നിൽക്കുന്നിടത്ത് അവരുടെ എല്ലാം പേരറിഞ്ഞിരിക്കണം, അവരുടെ തോളി പേര് വിളിച്ച് എന്ന് കൈയിടണം, സ്നേഹം പ്രകടിപ്പിക്കണം. അതല്ല. 5 വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചവർക്ക് അതിന്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങളൊരു പൊയ്ക്കാൽ കുതിരയാവരുത്. 4 കാലിൽ ഗാലപ്പ് ചെയ്യുന്ന കുതിരയായിരിക്കണം. അപ്പോ ഒരു നല്ല വിജയിയായ രാഷ്ട്രീയ സേവന പ്രവർത്തനത്തിനിറങ്ങുന്നത്, അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് മെയ് വഴക്കമല്ല, ഹൃദയവഴക്കമാണ്. അതെൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഗുരുക്കന്മാരും ഞാൻ പഠിച്ച എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, ഞാൻ കടന്നു വന്ന ജീവിച്ച് പോന്നിരിക്കുന്ന അന്തരീക്ഷമെല്ലാം എനിക്കത് ഈശ്വരാനുഗ്രഹം പോലെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. അതെനിക്ക് ഒരു കാലത്തും കൈമോശം വരില്ല. എനിക്ക് ആ ഹൃദയവഴക്കമുണ്ടാവും. അതുണ്ടായാൽ ദാറ്റ് ഈസ് ദ സീക്രട്ട് ടു വിക്ടോറിയസ് വിൻസ്. ലസ്ട്രസ് വിക്ടോറിയസ് വിൻസ്. അങ്ങ് ആദ്യത്തെ ഇലക്ഷനിൽ പറഞ്ഞത് ഞാൻ തൃശ്ശൂർ എടുക്കും എന്നാണ്.
രണ്ടാമത്തെ ഇലക്ഷനിൽ പറഞ്ഞത് തൃശ്ശൂർ തന്നാൽ ഞാൻ എടുക്കും, എടുത്താൽ ഞാൻ ഇവിടെ വെക്കും. ഞാൻ ഇന്നലെ കണ്ടത് ഞാനത് തലയിൽ വെക്കും എന്നുള്ള നിലയ്ക്കുള്ളൊരു സംസാരമാണ് ഞാൻ കണ്ടത്. എൻ്റെ ഒരു ചോദ്യം, ഇനി പണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം തൃശ്ശൂരിലെ ജനങ്ങളെ നോക്കിയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളത്. അങ്ങ് തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറയുന്നുണ്ട്, എൻഡോൾ സൽഫാൻ ബാധിതർക്ക് വരെ അങ്ങ് കാസർഗോഡ് പോയി ചെയ്ത്. അവിടെ ഒരിക്കലും സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ലോ. തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്, അപ്പം ഇടുക്കിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി തൃശ്ശൂർ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങൾക്ക് ഇതില്ലാതിരിക്കുമോ, അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രമാവോ? ഏറ്റവും കുറവ് അറ്റൻഡ് ചെയ്തത് ആലപ്പുഴയും കൊല്ലവുമാണ്. എന്തോ ഒരു വിരോധാഭാസമാണെന്നറിയാം. കാരണം ഞാൻ ജനിച്ചു വീണത് ആലപ്പുഴയാണ്. ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചു വീഴുന്നത്. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത എൻ്റെ അമ്മ കൈക്കുഞ്ഞായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് ആലപ്പുഴ തൊണ്ടംകുളങ്ങരയിലുള്ള തത്തമ്പള്ളിയുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലേക്കാണ്, വാസുദേവ സദനം. അവിടെയാണ് ഈ 90 വരെ 91 വരെയൊക്കെയുള്ള ഒബ്സർവേഷനുണ്ട്. അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോകുന്നത് കുട്ടനാട് ചങ്ങനാശ്ശേരി സൈഡിലുള്ള വാലടി തുരുത്തിന്ന് പോകുന്ന ഇതാണ്. കാവാലത്തിന്റെ കുടുംബമാണത്. അത് 8 കുടുംബക്കാരുടേതാണ് വാലടി ക്ഷേത്രമൊക്കെ. ഞങ്ങൾക്കും അവിടെ കളരിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി ഏതാണ്ട് 2-2.5 വയസ്സ് വരെ ആ വെള്ളക്കെട്ടിലാണ്. ഒതളങ്ങയൊക്കെ തത്തിക്കളിക്കുന്ന വെള്ളക്കെട്ടിൽ പലപ്പോഴും ഈ ആങ്കിൾ വരെ, അത് കഴിഞ്ഞ് ചിലപ്പം മുട്ട് വരെ, പിന്നെ അരയ്ക്കൊപ്പം എത്തി കളിച്ച് അത്രയും ദൂരത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് വന്ന അച്ഛനാണ് തൂക്കിയെടുത്തോണ്ട് അന്ന് ഓടിയത്. പിന്നെ കുട്ടനാട്ടിലെ ജീവിതം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് കുടുംബ പൂജയ്ക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു നിർമാല്യം ഏറ്റുവാങ്ങുന്നത് പോലെയുള്ള സൗഖ്യമാണ് അവിടെ ചെല്ലുമ്പോൾ. ആ പ്രദേശത്ത് ചെയ്തില്ല എന്നല്ല, ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തതും കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചതും നടത്താഞ്ഞതും നടത്താൻ അനുവദിക്കാത്തതും എല്ലാം കൂടി കണക്കിലെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതൊന്നും മറ്റു പ്രദേശങ്ങളിൽ ചെയ്തതുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഒന്നുമില്ല. എനിക്കൊരു ഇൻഡക്റ്റഡ്നെസ് വേണ്ടത് സത്യത്തിൽ ഈ 2 പ്രദേശങ്ങളോടും ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നും എനിക്കിതൊന്നും തള്ളാനൊക്കത്തില്ല. യു ഷുഡ് ഹണ്ട് ഫോർ ദ റിയൽ. ഒരു ഓഡിറ്റ് നടത്തണം. എങ്ങനെ ഇത് കണ്ടെത്തുന്നു? ആ കണ്ടെത്തിയ പോരായ്മയ്ക്ക് ആ പോരായ്മയുടെ വാല്യൂ എത്രയാണ്? അതിലേക്ക് എനിക്ക് പോസിറ്റീവ് വാല്യൂ അഡീഷൻ എങ്ങനെ സാധ്യമാവും? അതിനെന്റെ നേതാക്കന്മാർ എനിക്ക് ഒരുപാട് പിന്തുണ വന്നിട്ടുണ്ട്. ആ ബലത്തിൽ മുന്നോട്ട് പോയത് അങ്ങ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂരത്തുള്ള വിജയം എന്ന് പറയുന്നത്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കൊണറ്റേഷൻ കൂടെയുണ്ട്. അത് ഈ ഇടയ്ക്ക് വന്നതാണ്. ഈ കിരീടം പാലത്തിനെ സംബന്ധിച്ച് എന്തോ സമ്മാനമായിട്ട് മോഹൻലാലിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട്, അതിന്റെ ഒരിക്കലും ആ പരിപാടി അപഹാസ്യമല്ല. സമൂഹത്തിന്റെ ചെയ്തികൾക്ക് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടിയാണ് വൈകുന്നേരം ആ ചാനലിൽ വരുന്ന ഒരു പരിപാടി. അത് ഗം പോലെയല്ല. ആ ഗമ്മിൽ വരാവുന്ന ഒരു ടെക്സ്ചറുള്ള കമന്റ് അതിനകത്ത് വന്ന് എന്നെ വേദനിപ്പിച്ചു. ഒരു മന്ത്രി ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞതിന് വിമർശനം ഭയങ്കരമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ആ പരിപാടിയിൽ വന്നപ്പോൾ ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ആള് അയാളുടെ രാഷ്ട്രീയ ഗുണം കാണിച്ചു. അതങ്ങ് വിട്ടിട്ട് ഇത് പണ്ട് സുരേഷ് ഗോപി ഈ കിരീടം പാലം മോഹൻലാലുമായി ചേർന്ന് ഉദ്ധരിച്ച് വലുതാക്കി സമ്മാനിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയ വഴിക്ക് പുല്ലുപോലും കിളുത്തിട്ടില്ല. അറിയൂ, ആ കിരീടം പാലത്തില് അനൗൺസ് ചെയ്തതാണ് ഞാൻ 3.5 ലക്ഷം, മോഹൻലാൽ 3.5 ലക്ഷം, പിന്നെ ഫിലിം ഫ്രട്ടേണിറ്റി സുരേഷ് കുമാറും ഞാനും അടങ്ങുന്ന സംഘം, ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി 2 ലക്ഷം വെച്ചിട്ട് 9 ലക്ഷം രൂപയുടെ കാനപ്പിയൊക്കെ വെച്ചിട്ട് ശരിക്കും നല്ല രീതിയിൽ ആൾക്കാർക്ക് വന്ന് അവിടെ ഇരുന്ന് ഉല്ലസിക്കാൻ പറ്റുന്ന ഈ നീരൊഴുക്ക് അതിന്റെ മുകളിൽ വന്നിരുന്ന് മനസ്സിന് ഭയങ്കര ഒരു സൗഖ്യം പകർന്നെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു.
പക്ഷെ അത് പിന്നെ അവിടുത്തെ MLA ഇല്ല, ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്ന് ഞാൻ MP അല്ല. അതെ. അപ്പൊ MLAയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ അവകാശമായിരുന്നു. അദ്ദേഹം വന്ന് പൊട്ടി കീറിയ ബീമും പില്ലറും എല്ലാം പ്ലാസ്റ്റർ ചെയ്ത് അത് പെയിന്റ് ചെയ്ത് അവതരിപ്പിച്ചു. അതിന് മേലെ എനിക്ക് ചെയ്യാനൊക്കത്തില്ല. ഇത് അന്ന് മനസ്സിൽ കോറിയിട്ടത് ഏതാണ്ട് 45 വർഷമായിട്ട് ആ പഞ്ചായത്തിലെ, വെള്ളായണി പഞ്ചായത്തിലെ ഈ പറയുന്ന കന്നാലിത്തോടിന്റെ സൈഡിലുള്ള ബണ്ട് കെട്ടടക്കമുള്ള ഒരു റോഡ്, ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള റോഡ്, കിരീടം എന്ന് പറഞ്ഞൊരു പാലം അവിടെ ഉണ്ടെങ്കിൽ ആ പാലത്തിലേക്ക് നയിക്കുന്ന പാത വിഖ്യാതനായ തിലകന്റെ നാമത്തിലാവണമെന്ന് പറഞ്ഞ് തിലകൻ പാത എന്ന നാമകരണം നൽകി ഇന്ന് അവിടെ ഉപയോഗയോഗ്യമായി നല്ല ഉന്നത നിലവാരത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ റോഡ് വന്നതിന് മുമ്പുള്ള അവിടുത്തെ യാത്രാ ക്രയവിക്രയം എത്രയാണ്, ഇപ്പൊ എത്രയാണെന്ന് ആ മഹാനൊന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്നെക്കുറിച്ച് ഞാൻ എന്തല്ലയോ അതാക്കി പ്രൊജക്റ്റ് ചെയ്യാനുള്ള വലിയ തരത്തിലുള്ള ഈ രാഷ്ട്രീയത്തിൽപ്പെടുന്ന ചില വക്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് വന്നു. അത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ലോബി അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ടൂറിസം മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവർക്കുള്ള ഒരു താല്പര്യക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി, ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എന്നാൽ ചെയ്യുന്നയാളെ മോശമാക്കുക, അല്ലെങ്കിൽ അയാളുടെ മേലൊന്ന് കരിവാരി തേക്കുക, അപ്പോൾ അയാൾ ചെയ്യുന്നതെല്ലാം കുറ്റമാണെന്ന് വരുത്തുക. 1,70,00,000 രൂപയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല. പക്ഷെ ഇതെല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഞാനതവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ശ്രീ ശശി തരൂരിന്റെ മണ്ഡലമാണ്. അദ്ദേഹം 15ാമത്തെ വർഷം 10 കഴിഞ്ഞ് 15ലേക്ക് പോകുന്ന യാത്രയിലുള്ള വർഷങ്ങളിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അത്രയും കാലം ആ 10 വർഷം അവിടെ അത് വന്നില്ല. അത് കഴിഞ്ഞ് ഇത് ഒരു വശം ബലപ്പെടുത്തിയപ്പോൾ അപ്പുറത്ത് മട പൊളിഞ്ഞ് കൃഷി നാശം വന്നു. ആ മടയും 50 ലക്ഷത്തിന് ചെയ്തു കൊടുത്തു. ഇതും തെരഞ്ഞെടുക്കപ്പെട്ട MP ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാ. അപ്പോ നമ്മൾ എന്താണ് യഥാർത്ഥ മനുഷ്യ ജീവനത്തിന് വേണ്ടി ഉള്ള പ്രക്രിയകൾക്ക് ഒരു വലിയ ആപത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂനത. ആ ന്യൂനതയുടെ വാല്യൂ എത്ര, അത് മനസ്സിലാക്കണം. ആ വാല്യൂവിലേക്ക് പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യുന്നതിന് ഏറ്റവും ഉദാത്തമായ, അതുകൊണ്ടാണ് ഞാൻ ആ കൊണറ്റേഷൻ എടുത്തത്. അത് കന്നാലിത്തോടിന്റെ 2 കരയിലുമുള്ള അത് ഉപയോഗിക്കുന്ന കർഷകരായാലും അവിടുത്തെ മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന ആൾക്കാരായാലും അവരോട് അന്വേഷിക്കണം. മൈ ആക്ടിവിറ്റീസ് ആർ ടോട്ടലി സബ്ജക്ട് ടു ഓഡിറ്റ്. യു ക്യാൻ ഡു ദി ഓഡിറ്റ്. ഇപ്പോൾ രാജ്യസഭ MP ആയിരുന്നപ്പോഴും ആ ഒരു MP എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരിടത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല, എല്ലായിടത്തേക്കും എത്താൻ. ഇപ്പോൾ തൃശ്ശൂരിലായാൽ പോലും അങ്ങ് ശക്തൻ മാർക്കറ്റ് നവീകരണത്തിന് പണം അനുവദിക്കുന്നു. അതിനും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണം പൂർണ്ണമായും നന്നാക്കിയില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും വിനിയോഗിച്ചില്ല. അപ്പോൾ ഫണ്ട് വിനിയോഗിക്കേണ്ടത് ആരാണ്? പണം അനുവദിക്കുന്ന ആൾ തന്നെ വന്ന് ഇത് പണിത് കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു കുപ്രചരണത്തിലേക്ക് പോയി. പക്ഷെ അതിനും നല്ല മറുപടി, അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവർക്കൊക്കെയുള്ള ഒരു മറുപടിയല്ലേ? ഉറപ്പായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണോ അത് എക്സിബിറ്റ് ചെയ്തു, അത് ജനങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കി. അതല്ല ഇയാൾ എന്ന് പറയാൻ ശ്രമിച്ചവർക്ക് നല്ല ചുട്ട മറുപടി കൊടുത്തതാണ് ഇന്നലത്തെ ആ തിളക്കം. ഇത് തന്നെയാണ് ഗുരുവായൂർ മേമ്പാലത്തിലും സംഭവിച്ചത്. എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അവസാനം ഒരു DRM വന്ന് സത്യം പറഞ്ഞപ്പോൾ പിന്നെ അവരാരെങ്കിലും വായ തുറന്നിട്ടുണ്ടോ? അവിടുത്തെ MPയോ MLAമാരോ? അപ്പൊ അതും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരിന്റെ ഒരു ഡെമോഗ്രഫി നമുക്കറിയാം അല്ലേ? അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാനാ? അങ്ങനെ ഒരു അവിടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുന്നവർ ഇപ്പോൾ ഉണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. സമയത്തും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചവർ തന്നെയാണ് അവർ. അതെനിക്കറിയാം. അതുപോലെ തന്നെയാണ് കിരീട വിവാദം. അപ്പോൾ കളിയാക്കി അപ്പോൾ ഈ കിരീട വിവാദം ആ സമയത്തൊക്കെ ചെമ്പ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതാവിനെ പറ്റിച്ചു, മാതാവ് നിനക്ക് പണി തരും എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് അവരോട് പറയേണ്ട ഒരു സമയമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആദ്യം നന്ദി പറഞ്ഞത് ലൂർദ് മാതാവിനാണ്. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാണ്. നമുക്കിവിടെ സിവിൽ ലിബേർട്ടീസ് ഉണ്ട്. അത് നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ടിമ്പറുണ്ട്. അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, ലിബർട്ടി ടു ലിവ്, ഹാവ് ദ ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്.
വേറൊരാൾക്ക് ദ്രോഹമില്ലാതെ അത് നടക്കണം എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ നിന്ന് എന്താ നടക്കുന്നത്? വേറൊരാളെ ദ്രോഹിച്ച് മാത്രമല്ലേ അതൊടുങ്ങണം. അതൊടുക്കുന്ന ശക്തമായ നിയമങ്ങൾ വരുന്നതിന് വേണ്ടി 4 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പൊരുതി അവസാനം ശശി തരൂർ അതിന്റെ ചെയർമാനായി വന്ന് അവസാനത്തെ 3 വർഷത്തിനുള്ളിൽ അതിന്റെ ഒരു കൾമിനേഷനിലേക്ക് എത്തിച്ച് അത് പാർലമെന്റിൽ റിപ്പോർട്ടായിട്ട് പോയിട്ടുണ്ട്. ഇനി ചെന്നാൽ അത് കൊണ്ടുവരണം. ആൻഡോയ്ക്ക് എത്ര അക്കൗണ്ട് വേണം? ആ അക്കൗണ്ടിന് ഓഡിറ്റ് ഉണ്ടാവും. ആ അക്കൗണ്ട് നിങ്ങൾ എന്തിനൊക്കെ ഓഡിറ്റ് ഉണ്ടാവണം എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. ഒരു വലിയ മാറ്റമായിരിക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇന്ന് പണ്ടൊക്കെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ നമുക്കൊരു മാധ്യമ സ്ഥാപനം എന്ന് പറയാൻ പറ്റും. ഇന്ന് ആരെവിടുന്നാണ് പറയുന്നതിന് ഒരു അഡ്രസ്സും ഇല്ലല്ലോ. ആരാണ് ഡെലിബറേഷനിലെ ക്ലോസിംഗ് ലൈൻ? ബിക്കോസ് ആ ക്ലോസിംഗ് ലൈൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും ബൈ പറഞ്ഞ് റിട്ടയർമെന്റിലേക്ക് ഇറങ്ങുക. അതെന്റെ ആ ടേമില്, രാജ്യസഭാ ടേമില് ലാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അതിന്റെ ക്ലോസിംഗ് ലൈൻ ഇതാണ്: സോഷ്യൽ മീഡിയ should be used only for building amity and not enmity. എന്നെ എന്ത് വാക്കുപയോഗിച്ചും അധിക്ഷേപിക്കാം എന്ന വിചാരം, ആ വിചാരത്തിന് നിങ്ങൾ അവകാശം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിഷ്ടപ്പെടാത്ത എനിക്ക് അയാളുടെ വീട്ടിൽ കയറി അയാളെ തല്ലാനുള്ള അവകാശം കൂടി ഈ സ്വാതന്ത്ര്യം തരണം എന്ന്. അങ്ങനെ വന്നാൽ എന്താ പറ്റുന്നത്? അല്ലെ, ലോലെസ്നെസ്, അല്ലെ, സിവിൽ അനാർക്കി, അതൊന്നും നമുക്ക് അംഗീകരിക്കാനൊക്കത്തില്ല. അപ്പൊ ഏതാണ് അതിനകത്തെ വിഷമുള്ള, ഏതാണ് നമ്മൾ എടുത്ത് കളയേണ്ടത്? ലോ ഹാസ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് വെരി ഹാർഷ്ലി. അത് വരണം. എല്ലാവർക്കും ജീവിക്കണ്ട. എത്ര പെൺകുട്ടികളുടെയാണ് ഓരോ കോണ്ടന്റ് എടുത്തിട്ട് ഇട്ടിട്ട് അവരുടെ കല്യാണം നടക്കാൻ പോകുന്നു. ചിലരൊക്കെ ജീവൻ അവസാനിപ്പിക്കുന്നു. കുടുംബം എന്താണ്, ശേഷിച്ച ജീവിതകാലം മുഴുവൻ ആ കുടുംബത്തിന് കളങ്കമല്ലേ? കിളിരൂർ കുടുംബത്തിന് കളങ്കം ഇപ്പോഴും തുടരുകയല്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു? ഓഡിറ്റ് വേണം. അങ്ങനെ വല്ലവരുടെയും അപ്പനും അമ്മയ്ക്കും കണക്കെടുക്കാൻ പോകുന്നത് സിവിൽ ലിബർട്ടിയിലും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് സ്പീച്ച് കനോട്ട് കണ്ടെയ്ൻ ദാറ്റ്. അതായത് ഈ ബുള്ളിയിങ്, ഹരാസ്മെന്റ് ഇതെല്ലാം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ല എന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വരും ഈ ടേമിൽ. അങ്ങത് വരണം. എനിക്ക് തോന്നുന്നു അതിപ്പം ആര് മന്ത്രിയായാലും ശരി തന്നെ ആ നിയമം അവിടെ വരണം. വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി അങ്ങ് വരുമോ? എന്റെ മന്ത്രി പദവി എന്ന് പറയുന്നതിന് ഞാൻ എന്റെ ഒരു നറേറ്റീവുണ്ട്. അതെന്റെ മോഹമാണ്. ആ മോഹത്തിൽ ഞാൻ പ്രയോറിറ്റി നൽകുന്നത് എന്റെ പാഷനാണ്. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ? അതിനുത്തരം എന്റെ നേതാക്കൾ കണ്ടെത്തും. ഇനിയും അങ്ങയുടെ എക്സ്ക്യൂസുകൾ, അതായത് സിനിമയിൽ അഭിനയിക്കണം, അതുകൊണ്ട് കഴിഞ്ഞ തവണയും MP ആയപ്പോൾ അങ്ങ് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടയാളാണ്. പക്ഷേ ഇത്തവണ നരേന്ദ്രമോദിജി അതിന് അനുവദിക്കുമോ? കാരണം അങ്ങേ ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കയറി വാ എന്ന് പറഞ്ഞു, അങ്ങ് ജയിച്ച് കയറി വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാനുണ്ട്. എന്റെ 4 മക്കൾക്കും അവർക്ക് പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള ഒരു വക ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടില്ല. ലാൻഡഡ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ അവർക്കൊരു മാസ വരുമാനത്തിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിടണമെന്ന് പറയുന്നത് ആ തത്വത്തോടൊക്കെ വിയോജിക്കുന്നവരുണ്ടാവാം. പക്ഷെ എങ്കിലും എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സ്കേപ്പിനകത്ത് സോഷ്യലിസം, വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് എ പേരന്റ്, എ ഫാദർ, ഐ ഹാവ് ടു പെർഫോം ദാറ്റ്. അതും കൂടി നിർവഹിക്കാതെ എനിക്ക് പോകാനൊക്കത്തില്ല. നരേന്ദ്രമോദിയെ അങ്ങ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതുപോലെ ഇന്ത്യയിൽ അങ്ങനെ കൈകാര്യം, ഞാൻ ഉദ്ദേശിച്ച കൈകാര്യമല്ല, ഉദ്ദേശമല്ല, പക്ഷേ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങയുടെ മകളുടെ കല്യാണ സമയത്ത് വേറെ ആരുടെയെങ്കിലും കല്യാണത്തിന് അദ്ദേഹം പോയിട്ടുണ്ടോ, താലി എടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ യൂട്യൂബിൽ തപ്പി നോക്കി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഉണ്ടോ എന്നുള്ളത് ഒരു സ്ഥലത്ത് കണ്ടില്ല. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ സുരേഷ് ഏട്ടനോട് ചോദിച്ചു, സുരേഷ് ഏട്ടാ ഈ താലി എടുത്തു കൊടുക്കുന്നത് ഞാൻ അതിന് ശേഷം കല്യാണത്തിന് അന്ന് കൊടുത്തില്ല. താലി പയ്യന്റെ അച്ഛൻ തന്നെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കടന്നു കയറിയിട്ട് കൈയെടുത്ത് മാല, വരണമാല്യം എടുത്ത് കൊടുക്കുന്നത് സാധാരണ പയ്യന് കൊടുക്കും, പയ്യന്റെ അച്ഛൻ.
പെൺകുട്ടിക്ക് കൊടുക്കും, പെൺകുട്ടിയുടെ അച്ഛൻ. അത് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിച്ചും അവരും അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിച്ചു. ഇതൊന്നും നേരത്തെ പറഞ്ഞിട്ടേ ഇല്ല. അവിടെ വെച്ച് ലഡ്കേക്കോ ദേന അത് ഒരു നഴ്സറി കുട്ടിയെ പോലെ അദ്ദേഹം അനുസരിച്ചു. അതുകൊണ്ടായിരിക്കും കൈകാര്യം അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് പൊതുവായി ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് മാനസികമായുള്ള അടുപ്പം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ആയ കാലം തുടങ്ങിയിട്ടുള്ള അങ്ങയുടെ ബന്ധം അഗാധമായ ബന്ധമായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ അങ്ങ് പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാ പരിപാടികളിലും ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം എന്നെ ആഴത്തിൽ മനസ്സിലാക്കി. എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാം, എൻ്റെ ചിന്താഗതി എന്താണെന്നറിയാം. അത് തന്നെയാണ് ഒരു സൂചന അദ്ദേഹം ആലത്തൂര് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഏ ആദ്മി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാം അദ്ദേഹത്തിന്. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നതിൻ്റെ ബീജം പാകുന്നത് ആദ്യത്തെ മീറ്റിങ്ങിലാണ്. 2014 മാർച്ച് 5 ഞങ്ങൾ ആദ്യം കാണുമ്പോൾ. അന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്നൊന്നും പേരൊന്നുമില്ല. പക്ഷെ ആ സംവിധാനം, അതായത് പെൺകുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു ശൗചാലയം ഉണ്ടാവണം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് അത് പ്രാവർത്തികമായി തുടങ്ങുന്നത്. അത് 2015 വരുന്നത്. പക്ഷെ ഞാൻ 2014 സ്വച്ഛ് ഭാരത് നടപ്പിലാക്കിയ ഒരു ആദിവാസി ഗ്രാമമുണ്ട്, പോങ്ങിൻചോട്. ഇടമലയാർ സ്പില്ലിന് കുറച്ചകത്തോട്ട് പോകണം, 2 മണിക്കൂറകത്ത് ആനക്കാടാണ്. ഈറ ഇങ്ങനെ വകഞ്ഞു മാറ്റിയാണ് 4 വീലിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 35 ടോയ്ലറ്റ് പണിതിട്ടുണ്ട് ആദിവാസി ഊര് ഇവിടെ അട്ടപ്പാടിയിൽ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു 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 എന്താണ് ഒരു ഇൻഡിവിജ്വൽ പ്രാപ്തിക്ക് ചെയ്യാവുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ ഒരുപക്ഷെ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാലത്ത്, അല്ലെങ്കിൽ പൊള്ളാച്ചി ഭാഗത്തൊക്കെ ഞങ്ങൾ തെങ്കാശിപ്പട്ടണത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഉൾഗ്രാമങ്ങളിലേക്ക് രാവിലെ 4 മണിക്ക് പോകുമ്പം പെട്ടെന്ന് സ്ത്രീകൾ എഴുന്നേറ്റ് നിൽക്കുന്ന കാണാം. അപ്പോൾ സംയുക്ത അടുത്ത് ആരോ പറഞ്ഞ് കളിയാക്കിയിരുന്നു, ഓ സംയുക്ത വരുന്ന അറിഞ്ഞിട്ട് അവർ തൊഴുക എഴുന്നേറ്റ് ഭയങ്കര ബഹുമാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ എന്താണ് ഒരു ഡയറക്റ്റ് റോളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ എഴുന്നേറ്റ് നിൽക്കുന്നത് പെട്ടെന്ന് ഈ വണ്ടിയുടെ ലൈറ്റ് തന്നെ അടിക്കുമ്പോഴേക്കും അവർ ഡ്രസ്സ് താത്തിയിട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അപ്പം ഇത് തമാശയോടെ അന്ന് സംയുക്തയുടെ ഒരു കണക്റ്റിൽ അന്ന് നമ്മൾ ആസ്വദിച്ചു. തമാശക്കാരാണല്ലോ ആ പടത്തിലുള്ളത്. അപ്പോൾ അവരെല്ലാം ഇത് പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു പെയിൻ എന്താണെന്ന് അപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ UP-യിലെ സ്ത്രീകൾ ഏതാണ്ട് 2015 വരെയും അവരുടെ 7 ദിവസത്തെ ആചരണം മാനേജ് ചെയ്തത് നാപ്കിൻ വെച്ചല്ല, ചെളി വെച്ചാണെന്നുള്ള ഒരു കഥ എനിക്ക് അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു തന്നത് ഇദ്ദേഹത്തോട് അന്ന് പറഞ്ഞിരുന്നു. ഇത് തള്ളാണെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അദ്ദേഹത്തെ കണ്ട് ഞാൻ വന്നത് നാനയിലെ സുരേഷുമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്ത് അത് എഡിറ്റോറിയൽ പേജിൽ കുമാരിയമ്മ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവിടെ തെളിവായിട്ട് കിടപ്പുണ്ട്. മാർച്ച് 5, 2014. അപ്പൊ അന്ന് ആ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞത് ക്രോഡീകരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഒരു ലിസണേഴ്സ് കപ്പാസിറ്റി. എന്തൊക്കെ ലിസൺ ചെയ്തോ അത് മുഴുവൻ സ്റ്റോർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി. അമേസിങ്. അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ പോലെ എത്രയോ ആൾക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് പാതയിലുള്ള എല്ലാ ഇൻസ്റ്റലേഷൻസും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും എല്ലാം അദ്ദേഹത്തിന് കിട്ടിയ ഫീൽഡ് റിപ്പോർട്ടുകളിൽ നിന്നാണ് ഓരോരുത്തർ വന്ന് പറഞ്ഞത്, കേട്ടത്. ആ കേട്ടത് സൂക്ഷിച്ചു വെച്ചത്, അതിന് മേലെ പണിഞ്ഞത്, അത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ചും ഈ കണക്റ്റിനെ കുറിച്ചും പറഞ്ഞല്ലോ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹം 10 വർഷം പൂർത്തിയാക്കി അടുത്ത ടേമിലേക്ക്, 3-ാം ടേമിലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി തീർന്നു എന്നുള്ള ഒരു ആഘോഷമായിരുന്നു. അങ്ങയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് അധികം പറയാതെ ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ പിടിച്ചു നിന്നു, കോൺഗ്രസ് പിടിച്ചു നിന്നു. കോൺഗ്രസിന്റെ 99 240-നേക്കാൾ അല്ലെങ്കിൽ 239-നേക്കാൾ വലുത് എന്ന രീതിയിലുള്ളൊരു ആഘോഷം നടക്കുന്നത് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. നരേന്ദ്രമോദി തീർന്നു എന്ന് പറയുന്നവരോടുള്ള മറുപടി എന്താണ്? നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടതില്ല. എൻ്റെ അടുത്ത് അദ്ദേഹം, ഞാൻ ആദ്യമൊക്കെ ഈ കമൻറ്റും എതിരെ എൻ്റെ സിനിമകളെല്ലാം കുഴപ്പമായപ്പോഴും എൻ്റെ കരിയർ നശിച്ചുകൊണ്ടിരുന്നപ്പോഴും
എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തിരിച്ചു പിടിക്കാൻ ഒരു വാറിയറുടെ ഹൃദയമുണ്ടാവണം, കൈക്കരുത്തും മനക്കരുത്തും ഉണ്ടാവണം. പക്ഷെ ഇതൊക്കെ കേട്ട് മനസ്സൊടിഞ്ഞു പോകുന്നത് കേൾക്കുകയേ അരുതരുത്, ഒട്ടുമേ അരുത്. ഈ കാതിക്കൂടെ കയറ്റി ഈ കാതിക്കൂടെ വിടണം എന്ന് ഞാൻ സമ്മതിക്കില്ല. ആ തത്വം തെറ്റാണ്. ഈ കാതിൽ കയറ്റുകയേ അരുത്. എന്തിന് കടത്തി ഇപ്പുറത്തൂടെ വിടണം? കയറ്റരുത്. അഗറായേ तो पकड़ना मत, ऐसा टैप करके फेंक देना, क्लोसेट पे जाएगा. അദ്ദേഹം അതാണ് ചെയ്യുന്നത്. ഇതിലും അദ്ദേഹം അതേ ചെയ്യും. ഇപ്പോൾ ഈ ഘടകകക്ഷികളൊക്കെ അങ്ങ് പോകും, നരേന്ദ്രമോദിക്ക് അധികാരം നിലനിർത്താൻ കഴിയില്ല, മാത്രമല്ല ഈ കോയലിഷൻ ധർമ്മയെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങ് കേട്ട് കാണുമല്ലോ. അപ്പോൾ നരേന്ദ്രമോദി എന്താണ്, അമിത്ഷാ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്കല്ലേ ആ ഒരു കൺഫ്യൂഷൻ വരികയുള്ളൂ. 5 വർഷം തികക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു നിശ്ചയം നമുക്ക് വേണ്ട. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ ഒരു മിഷനുമായിട്ട് എന്നെ അയച്ചതാണ്. ഇഫ് ദാറ്റ് മിഷൻ ഹാസ് ടു കണ്ടിന്യൂ, ഹി വിൽ ഫൈൻഡ് ദ വേ, ഹി വിൽ പേവ് ദ പാത്ത്. 2 കാര്യം ചോദിച്ചു നേരത്തെ സുരേഷേട്ടൻ്റെ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ BJP പ്രവർത്തകരോട്, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വളരെ നാളുകളായിട്ടുള്ള ഒരു പ്രശ്നം, ഏറ്റവും വലിയ അനുസരണയും പക്ഷെ കണ്ണ് നനഞ്ഞ് എന്നെ ഒന്ന് നോക്കിയ മൊമെന്റ് എനിക്കറിയാം. ഈ മാല എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും എന്ന് പറഞ്ഞത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനും രാധികയും കൂടി കന്യാദാനം നടത്തണമെന്നാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത്. സാധാരണ ഗതിയിൽ അച്ഛൻ മാത്രമാണ്. ഞാൻ പറയാതെ പറ്റത്തില്ല, നമ്മൾ രണ്ടുപേരോട് ആയിരിക്കും കൈ പിടിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മകളുടെ കൈ പിടിച്ച് എൻ്റെ കൈയോട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വെച്ചപ്പോഴത്തേക്ക് ഒരു നോട്ടം നോക്കിയാണ്. അദ്ദേഹത്തിന് യോഗമില്ല, പക്ഷെ ഒരു യോഗം കിട്ടി എന്ന് പറയുന്ന സംശയത്തോടെ ഉള്ള ഒരു അന്താളിച്ച നോട്ടം ഉണ്ടായിരുന്നു. കണ്ണ് നനഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല, കാരണം ഞാൻ ചിലപ്പോൾ ക്ഷയിക്കണമായി പോകും. ഇതങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അങ്ങേര് പെട്ടെന്ന് അദ്ദേഹം പയ്യന്റെ കൈ പിടിച്ചങ്ങ് വെച്ചിട്ട് അതിന് മേളെ അദ്ദേഹത്തിന്റെ കൈ വെച്ചു. അതിന്റെ പുറത്താണ് ഞാൻ കൈ വെച്ചത്. ഇത് എന്താണ് എന്താണ് ഒരു പറഞ്ഞുകൊടുത്ത് ചെയ്യിച്ചതോ ഒന്നുമല്ല. ഇറ്റ് വാസ് എക്സ്ചേഞ്ച് ഓഫ് ഇമോഷൻസ്. അങ്ങനെയും കൂടി ഒരു കറക്റ്റാണ് സാർ. ഇനി തൃശ്ശൂരേക്ക് പോവാണ്. എപ്പോഴാണ് ലൂത്ത് മാതാവിനെ കാണാൻ പോകുന്നത്? പോകും. അത് ഈ ബഹളത്തിൽ ഇനിയെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുമ്പം ഒരാളെ ഞാൻ പള്ളി കോമ്പൗണ്ടിൽ കയറ്റത്തില്ല. അയ്യോ, ഇത്രയും ദ്രോഹം സഹിക്കത്തില്ല. പ്രവർത്തകര് അവര് തന്നെയാണ് ഇതിന്റെ നെർവും മസിലും. വിജയം സമ്മാനിച്ച ഒരു യഥാർത്ഥ മതഭ്രാന്തില്ലാത്ത മതേതര സംഘം അവരവരുടെ ഹൃദയമാണ് എനിക്ക് നൽകിയത്. പക്ഷെ ആ ഹൃദയം കൊണ്ടുവരുന്നതിനുള്ള ഒരു മസിലും നെർവും എല്ലാം എൻ്റെ പ്രവർത്തകരാണ്. 1200 ചില്ലുവാനും നടുപൊടിയെ പണിയെടുത്തു. ഇപ്പോഴല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് പണിയെടുക്കുക. 1,07,000 പുതിയ വോട്ടേഴ്സിന് അവിടെയുള്ള വീടുകളിൽ പോയി ഈ ഫെബ്രുവരിയിൽ 18 വയസ്സ് തികയുന്ന ഒരു ബെഞ്ച് മാർക്ക് വെച്ചു. അങ്ങനെയുള്ള കുട്ടികളെ വരെ ചേർത്ത് അവർക്കെല്ലാം വോട്ടേഴ്സ് ഐഡിയും വാങ്ങിച്ചു കൊടുത്ത് അത്രയും ചെയ്തു. പക്ഷെ അതിനകത്തുനിന്ന് എനിക്ക് ഏതാണ്ട് ഒരു 60-70 വോട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 60,000 70,000. ആ കണക്കൊന്നും അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ വലിയ പ്രബുദ്ധന്മാരാണ് ഇതെന്ന് അണികളെയൊക്കെ കുറ്റം പറയുന്നതും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഈ വോട്ട് അവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജാജി മാത്യു മേടിച്ചതിന് മേലെയുള്ള ശ്രീ സുനിൽകുമാറിന്റെ വോട്ടിന്റെ ആ വരവ് എവിടുന്ന്? വോട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10.8%, 10%-ഓളം വോട്ട് ഉയർന്നു. അതെ, അത് കാണുന്നില്ല വിജയ. ആ മാർജിൻ മാത്രമാണ് നോക്കുന്നത്. ഇതെല്ലാം will culminate in degrading the heart of the people, the voters. അവരെടുത്ത ഒരു തീരുമാനത്തെ മുഴുവൻ ഖണ്ഡിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതാണ് ഈ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ചില കാര്യങ്ങളിൽ, ചില ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ അങ്ങ് ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു, എനിക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടതുമാണ് 5 കേന്ദ്രമന്ത്രിമാരെ, 5 ആണോ 4 ആണോ ഞാൻ ഓർക്കുന്നില്ല, ചൊൽപ്പടിക്ക് നിർത്താൻ വേണമെന്നുള്ളത്. ചൊൽപ്പടിക്ക് നിർത്താനല്ല,
പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന ആ നിശ്ചയമുള്ള 5 മന്ത്രിമാരെ എനിക്ക് തന്നാൽ മതി. ഇപ്പോഴും ഞാൻ പറയുന്നു, 10 വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശ്ശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം വേണം. കേരളത്തിൽ മൊത്തം ഈ ഇത്രയും വകുപ്പുകളുടെ വികസനം 10 വകുപ്പുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയാൽ മതി. ചൊൽപ്പടി എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് എന്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു. ഒന്നും വേണ്ട, എനിക്ക് ശക്തമായ സ്വാധീനം ചെലുത്തി ജനപക്ഷത്തേക്ക് നൽകലുണ്ടാകുന്നതിന് വേണ്ടി മന്ത്രിയാവേണ്ട, ഈ മന്ത്രിമാർ പറഞ്ഞു തന്നാൽ മതി, കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി. കറക്റ്റായിട്ട് ഒരു പക്ഷപാതവുമില്ലാതെ, ഒരു പ്രീണനവുമില്ലാതെ, ഒരു ദുഷ്ടലാക്കുമില്ലാതെ എന്താണ് ആവശ്യമെന്നുള്ളത് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് 5 ആയിരുന്നു, ഇപ്പൊ അത് 10 ആക്കി. അല്ല, 10 വകുപ്പുകളാണ്. 10 വകുപ്പുകൾ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. മന്ത്രിക്ക് മിനിമം 2-3 വകുപ്പ് ഉണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്നാവണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന സെഗ്മെന്റ് ഏതാ? ട്രൈബൽ ടൂറിസം ഉണ്ട് നമുക്ക്, അത് വരണം. ഒന്ന് ട്രൈബൽ ടൂറിസം, ട്രൈബൽ വകുപ്പ്. 2 എയിംസ്. അപ്പോ ഇപ്രാവശ്യം വരുമോ കേരളത്തിൽ? നിങ്ങളുടെ മുഖ്യമന്ത്രി സഹകരിച്ചാൽ വരും. അദ്ദേഹത്തിന്റെ അടുത്ത് 2016 മുതൽ ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അതിന് മാത്രം പുള്ളി വഴങ്ങത്തില്ല. പ്രാദേശിക ചിന്താഗതി പോണം. കേരളമായിരിക്കണം ഭരണകർത്താവിന്റെ ഇംഗിതവും ആശയും ആഗ്രഹവും സ്വപ്നവുമെല്ലാം. പ്രാദേശികമായി പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ട്രൈബൽ, നമ്മുടെ പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ട്രൈബൽ, ഒന്ന് ആരോഗ്യം, മൂന്നാമത്തേത് ആരോഗ്യം എന്നല്ല ഞാൻ പറഞ്ഞ എയിംസ്. ഓക്കെ, എയിംസ് വരുന്നതോടുകൂടിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണെങ്കിൽ ടൂറിസം. ഓക്കെ, അതിനകത്ത് നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള റാസൽ ഖൈമയല്ല, ഇവിടെ അതിന് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയും. ഒമാനില് ഏതാ ഒരു 2 മണിക്കൂർ ഫ്ലൈറ്റുള്ള സ്ഥലം ഏതാ? റെയിൻ ഫെസ്റ്റിവൽ, മൺസൂൺ ഫെസ്റ്റിവൽ, ഹാർവസ്റ്റ്. കേരളത്തിന്റെ മണ്ണാണ് അവിടെ ചെമ്പരത്തിപ്പൂ, നല്ല വേലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തല് എല്ലാം ഉണ്ട്. കേരളത്തിന്റെ മണ്ണാണ് അവിടെ. കേരളം അവിടുന്ന് മുറിഞ്ഞു വന്ന പോലെ നമുക്ക് തോന്നും. സലാല ഖരീഫ് ഫെസ്റ്റിവൽ. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് എയിംസ് വരുന്നതെങ്കിൽ, എയിംസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റിന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മോഡ്യൂളായി മാറണം. അത് അവിടെ വരുന്നത് കൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് പെരിഫറിയിലുള്ള സിറ്റിയുടെ എക്സ്റ്റൻഷനായിട്ട് ഒരുപക്ഷെ ഒരു കാലത്ത് രാഷ്ട്രീയം നശിപ്പിച്ചു പോയ ഒരു പ്രദേശത്തിന് ഉന്നമനമുണ്ടാവണം. പല രീതിയിൽ ഉന്നമനമുണ്ടാക്കാൻ നോക്കിയിട്ട് ഇന്ന് വരെ ആ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് വാല്യൂവോ അല്ലെങ്കിൽ റെന്റൽസോ അവിടുത്തെ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേക ജീവിത നിലവാരത്തിന് മേലെയോ വന്നിട്ടില്ല. എയിംസ് അവിടെയാണ് വരുന്നതെങ്കിൽ ഒരു ജില്ല മുഴുവൻ അതിനകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ ഞാൻ എന്റെ സ്വപ്നത്തിൽ അത് കാണുന്നു. ആ ജില്ല കൂടി പറയോ? വരട്ടെ. അത് ശ്രീ പിണറായി വിജയൻ അറിയാം. 2016 മുതൽ പറഞ്ഞിട്ട് നഡ്ഡ ഓരോ വർഷവും ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറയും, യുവർ ചീഫ് മിനിസ്റ്റർ ഹാസ് നോട്ട് ഗിവൺ മീ ദാറ്റ് പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അങ്ങ്. കുറച്ചും കൂടെ ഇപ്പൊ അല്ലേ? ഇപ്പൊ ഇല്ല. നമ്മൾ 3 വകുപ്പേ എത്തിയിട്ടുള്ളൂ. പ്രേക്ഷകർക്കും ആകാംക്ഷ ഉണ്ടാവും. 4 അല്ല, എനിക്ക് 10 വകുപ്പിന്റെ ഉണ്ട്. 10-ൽ 3 പറയുള്ളൂ. റെയിൽവേ വൈഡനിങ് വേണം. പല സ്റ്റേഷനുകളുടെയും റീലൊക്കേഷൻ നടപ്പിലാണ്. സിൽവർ ലൈനിലേക്ക് പോവോ ഇനി? നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ബുള്ളറ്റ് ട്രെയിൻ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഇൻസിഗ്നിഫിക്കന്റ് ആണ്, ഇറലവന്റ് ആണ്, അട്രോഷ്യസ് ഡെവലപ്മെന്റ് ആണ്. ഐ കോൾ ഇറ്റ് ദാറ്റ്. അങ്ങനെയാണ്. അപ്പോൾ പാതകളുടെ വീതി കൂട്ടണം. നമുക്ക് 2 ലൈനൂടെ വന്നാൽ ഒരുപക്ഷെ നാഷണൽ ഹൈവേ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടം പോലും ഗണ്യമായ ഒരു 50% കുറയും. റോഡിയാകാം, കുറയാം. വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഇനി ഈ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, ടൗൺ ടു ടൗൺ വന്ദേ ഭാരത് എന്ന് പറയുന്ന മിഷനൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. പക്ഷെ ഈ പറയുന്ന ട്രാക്കില്ലാതെ എവിടെ ഓടിക്കും?
അതെ. ആലപ്പുഴയിലൂടെ വന്ദേ ഭാരത് വേണ്ടാന്ന് അവിടുത്തെ ഒരു ചിന്താഗതി വിളിച്ചു പറഞ്ഞ ഒരു മൊമെന്റ് പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അസൗകര്യം മൂലമാണ്. അല്ല, ഏതൊക്കെയോ ട്രെയിൻ ലേറ്റ് ആയി പോകുന്നു, അതാണ് പിടിച്ചിട്ട് കൊടുക്കുന്നു വേണം ഇത് പോവാൻ. പക്ഷെ ഒരു ഉദ്യമത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുന്ന ആ ഉദ്ദേശത്തിന് ഒരു മര്യാദ കൊടുക്കണ്ടേ? എന്നല്ലേ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഒരു ഭരണകർത്താവ് എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നുവോ, അതെങ്ങനെ ആ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നുവോ, ആ മാറ്റം പൂർണ്ണമായി എത്തും. അതിന് വെറും ദുഷിച്ച ചിന്താഗതി കൊണ്ട് മാത്രം അതിന് തടസ്സമിടാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ലേ? അത് സാമൂഹിക ദ്രോഹം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു വടംവലിക്കാരനായിരിക്കും. പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്ര വാഴ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ആ പേര് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഞാൻ കേരളത്തിന്റെ വടമായിരിക്കും, വാഴയല്ല വടം. 4 നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഒന്നാമത്തേത് ട്രൈബൽ, 6 കൂടി ഉണ്ട്. 4 നിർത്തി. മെട്രോയുടെ എക്സ്റ്റൻഷൻ ഒരു ക്രോസ് കണക്ട് ഉണ്ട്. കണക്ടിങ് പൊന്നാനി NH-17, പിന്നെ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ഇടപ്പള്ളിക്കൊക്കെ പോകുന്ന റോഡ്, അതുപോലെ തന്നെ ഇപ്പുറത്ത് നാഷണൽ ഹൈവേ 47. ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ടൗണിൽ ഭയങ്കരമായ സഫക്കേഷനുണ്ട്. അതൊന്ന് ഈസ് ഔട്ട് ചെയ്യുന്നതിന് തൃശ്ശൂർ വരാൻ ആവശ്യമില്ലാത്തവർക്ക് ചങ്ങരംകുളം പോയി കോഴിക്കോട് പോകാൻ, പാലക്കാട് നിന്ന് വരെ വണ്ടികൾ ഇവിടെ വന്ന് കയറിപ്പോകും മണ്ണുത്തിയിൽ. അങ്കമാലിന്ന് മെട്രോ അങ്ങോട്ട് തീരുവോ സാറേ തൃശ്ശൂരേക്ക്? അല്ല, അങ്കമാലി മെട്രോ ആയോ? അല്ല, ഇവിടെ എത്തി, ആലുവയിലേ എത്തിയിട്ടുള്ളൂ, ബാക്കി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെട്രോ ശരിക്കും കോയമ്പത്തൂർ വരെ പോകണം. എങ്കിൽ മാത്രമേ എന്തായിരുന്നു ഒരു ഉദ്ദേശം മെട്രോയുടെ. ആദ്യത്തെ ഉദ്ദേശം വണ്ടികളുടെ പുകക്കുഴലുകളുടെ എണ്ണം കുറയ്ക്കണം, എൻവയൺമെന്റ് ക്ലിയർ ആക്കണം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ തന്നെ പലപ്പോഴും മോശമാകുന്നു. ഡൽഹി പോലൊരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും എത്തുന്നു. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും കാർ ഓടിച്ച് പാലക്കാടുന്നോ കോയമ്പത്തൂരിന്നോ ആലുവയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇതിൽ കയറി പോകുന്നു? ഇല്ല. നിങ്ങൾ അതേസമയം അത് തൃശ്ശൂർ പാലിയേക്കര ടോളിന് ഇപ്പുറത്ത് ഒരുപാട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ആലുവയിൽ എത്ര വണ്ടി ഇടാൻ പറ്റും? ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്ന കൃഷിക്ക് യോഗ്യമല്ലാതായി തീർന്നുപോയ എത്ര ഹെക്ടർ പാടങ്ങൾ കിടപ്പുണ്ട്. അവിടെയെല്ലാം പാർക്കിംഗ് ഗ്രൗണ്ട് വന്നാൽ അതിന്റെ ഉടമസ്ഥർക്ക് കഞ്ഞിക്കുള്ള വകയായി. അങ്ങനെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ വരുമ്പോഴത്തേക്കും അതിന് പാർക്കിംഗ് ഫീസ് കളക്ട് ചെയ്യാം. അതിനകത്തുനിന്ന് ടാക്സ് കോർപ്പറേഷന് കിട്ടും. അവിടെ തന്നെ 1000 കാറ് പാർക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ എത്ര തട്ടുകട വരും, എത്ര പെയിന്റിംഗ് ഷോപ്പുകൾ വരും, എത്ര കാർ മെയിന്റനൻസ് ഷോപ്പുകൾ വരും? ഇതൊക്കെ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എത്രയാണ് വർദ്ധിക്കുന്നത്? ഒരു ദിവസം 1000 രൂപ ഒരു ചെറുപ്പക്കാരന് വീട്ടിൽ കള്ളു കുടിക്കാതെ കൊണ്ടുചെന്ന് കൊടുക്കാൻ പറ്റിയാൽ ജീവിതത്തിന്റെ നിലവാരമല്ലേ ഉയർത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും. ഈ ചോദ്യം ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു സഖാവിനോടാണോ സംസാരിക്കുന്നത്? കാരണം സഖാക്കളുടെ പ്രസംഗങ്ങളിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ E.K. നയനാരെ ഇഷ്ടപ്പെടുന്ന? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, കേരളത്തിനൊന്നും തന്നില്ല കേന്ദ്രം, ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ദില്ലി ചെലവിലടക്കം പറഞ്ഞത്. അതായത് കേന്ദ്ര അവഗണനയെ കുറിച്ചാണ്. ആ അവഗണന മാറ്റുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പഴയ അടുപ്പം അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ചാലുവാക്കി കഴിഞ്ഞാൽ. മുഖ്യമന്ത്രി എന്റെയും മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കല്ല, മുഖ്യമന്ത്രിയുടെ ജനതയ്ക്ക് ആവശ്യം എന്താണോ അത് ഞാനും കണ്ടെത്തും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതിനും കൂടിയാണ് ഈ ജനപ്രാതിനിധ്യം എനിക്ക് നൽകിയിട്ടുള്ളത്, സമ്മാനിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയണം. അതെ, നൽകിയതല്ല, സമ്മാനിച്ചതാണ്. അതിന് വേറെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് വെച്ച് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങി നിൽക്കും. അങ്ങനെ ഒരു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലില്ല അതിനകത്ത്. അത് കർത്തവ്യമാണ്, അത് കർത്തവ്യം മാത്രമാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയന് നേരിട്ട് പറയാൻ കഴിയുന്ന ഒരു കനൽത്തരയേ ഉള്ളൂ. ആലപ്പുഴയിലെ കനൽ ഇപ്പോൾ ആലത്തൂരിലാണ് കത്തുന്നത്. അപ്പോൾ അങ്ങിലാണ് ഏക പ്രതീക്ഷ പിണറായി വിജയന്. ഇല്ല, കരുവന്നൂരിനല്ല സത്യത്തിൽ കേരളത്തില് ആ ഒരു ദുർഘടം പിടിച്ച്, കാരണം അതിനകത്ത് ബാധിക്കപ്പെടുന്നവരാരെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആണോ? ഇത് പലയിടത്തും പറഞ്ഞാണ്, അംബാനിയോ അദാനിയോ ആണോ?
വേർപ്പല്ല പൊടിഞ്ഞത്, അവരുടെ ചോര പൊടിഞ്ഞുണ്ടാക്കിയ കാശാണ്. പെൺമക്കളുടെ കല്യാണം. 6 ജീവൻ. 6 ജീവൻ എന്ന് പറയുന്നത് ഒരു ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. തുടരാൻ പാടില്ലത്. ആ പാവങ്ങളുടെ പണത്തിന് ഒരാളും മുതലാളിയാവരുത്, ഒരാളും തിന്നരുത്, ഒരാളും സുഖിക്കരുത്. ആ പണം തിരിച്ചെത്തിക്കുമെന്ന് മോദിജി. ആ പണം തിരിച്ചെത്തിക്കുന്നത് മാത്രമല്ല, ഇതിനൊരു ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒതുങ്ങത്തില്ല. അക്കൗണ്ടബിലിറ്റി. ഈ ഇ ഡി വേട്ട ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് അല്ല എന്ന് ഈ വേട്ടയൊക്കെ അതൊക്കെ അഡ്മിനിസ്ട്രേഷനിലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾ എന്താണ് ഡൽഹിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്? അയാളെ വിട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്പൊ ചെയ്ത കൊടും ക്രൂരത അത് ഡിസ്കഷനിൽ വന്നോ? ഇല്ലല്ലോ. അതിനെല്ലാം നിങ്ങൾ വെൻഡറ്റ എന്ന് പറഞ്ഞല്ലേ ലേബിൾ ചെയ്ത്, വിച്ച് ഇസ് ബാഡ്. മാധ്യമങ്ങൾ എതിരാണോ BJPക്ക്? They are anti-establishment. In a way, it is good. ഒരു കറക്ഷണൽ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത്, ബട്ട് നോട്ട് ഫോർ നെഗറ്റീവ് ബെനഫിറ്റ്സ്. ആ നെഗറ്റീവ് ബെനഫിറ്റ്സിന് വേണ്ടിയായി പോകുന്നു എന്നുള്ളത് വിഷമമുള്ള ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ഭരണത്തിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും ആ വിജയത്തിൽ ഒരു അമിത ആഹ്ലാദത്തിലേക്ക് എത്തുന്നത് ഇന്നത്തെ പത്രങ്ങളിലായാലും അങ്ങേക്ക് കാണാമല്ലോ. അവരാഹ്ലാദിച്ചോട്ടെ, അതിനെന്താ. ഇനി അങ്ങയുടെ ഒരു അല്ലെങ്കിൽ അടുത്ത തേർഡ് ടേം വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായും അകന്നു പോകുന്ന ഒരു കാഴ്ച. will bring more glitter, luster, I'm sure. ഒരു മതേതര സർക്കാരായിരിക്കും. കാരണം ജനാധിപത്യം തകരം ഇന്ത്യ മരിക്കുമെന്ന് പറയുന്നവരോട് ഇതുവരെ ആയിരുന്നില്ല. എന്റെ അഭിപ്രായമല്ല, മതേതരത്വം പോയി ജനാധിപത്യം പോയി. അല്ല, മറ്റുള്ളവരുടെ അഭിപ്രായം എൻ്റെ അടുത്ത് ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ. മറ്റുള്ളവരുടെ കാര്യം അവരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു മനസ്ഥിതി നിർമ്മിതമാണ്, അത്രയേ ഉള്ളൂ. CAA ആരെയാ പറഞ്ഞയച്ച ഒരാളുടെ പേര് പറ. അല്ല, CAA ടിപ്പിൽ NRC ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. NRC ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു വലിയ മാൻഡേറ്റിലേക്ക് പോയാൽ ഭരണഘടന മാറ്റി എഴുതും. അങ്ങനെയുള്ള ഞാനതിനെ പവേർട്ടി ഇമാൻസിപ്പേഷനുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. പലർക്കും മനസ്സിലായിട്ടില്ല. നമുക്ക് വേണം, നമ്മൾ ആരെയൊക്കെയാണ് പോറ്റേണ്ടത്. കാരണം മറുവശത്ത് മുറവിളി പവേർട്ടി ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇഫ് ദാറ്റ് ലൈൻ ഹാസ് ടു ബി ലോവേർഡ്, വാട്ട് ഇസ് ദ കൗണ്ടർ ഓപ്പറേഷൻ? യു ഫീഡ് യുവർ പീപ്പിൾ. അങ്ങനെ ഫീഡ് ചെയ്യാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അവർക്കറിയണ്ടേ എത്ര പേരാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് ദേ ഷുഡ് ബി സിറ്റിസൺസ്. വേണ്ടേ? എന്തിനാ കാനേഷുമാരി? All that will take its own path, route, and then fetch very valuable. അവസാനിപ്പിക്കാൻ സമയമായി എന്നറിയാം. ഇത്രയും സമയം, അതായത് ഒരു ആദ്യത്തെ തത്സമയ നീണ്ട അഭിമുഖമാണ് ഞങ്ങൾക്ക് തന്നത്. അവസാനമായി, അതായത് അങ്ങ് മന്ത്രിയാകണമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട്. സാർ ആഗ്രഹിക്കുന്നില്ലേ? കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് വകുപ്പാണ് അങ്ങയുടെ മനസ്സിൽ? എനിക്കറിയത്തില്ല. ഞാനീ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിക്കുന്നത് 10 മന്ത്രിമാര് അല്ലെങ്കിൽ 10 വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാര്, അവർ 2, 3, 5 അല്ലെങ്കിൽ ഇനി 10 പേരായാലും ശരി തന്നെ, അവരെ ഒന്ന് എൻ്റെ ഇംഗിതത്തിന്, ഞാൻ ഒരു അക്രമത്തിനും ആവശ്യപ്പെടത്തില്ല, എൻ്റെ ഇംഗിതത്തിന്, അത് ജനങ്ങളുടെ ഇംഗിതമായി ഞാൻ ഏറ്റെടുത്ത് ചെല്ലുമ്പോൾ പൂർണ്ണമായി സാധിച്ചു തരണം. എനിക്കത് മതി. എന്തുകൊണ്ട് മന്ത്രിയാകുന്നില്ല? സിമ്പിളായി പറഞ്ഞാൽ എനിക്ക് സിനിമ ഷാജി കൈലാസിന്റെ 2 പ്രോജക്റ്റാണ് നിൽക്കുന്നത്. ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ 3 പ്രോജക്ട്സ് ഉണ്ട്. മമ്മൂക്കയുടെ ഒരു പടം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്താണ് ഒരു പാൻ യൂണിവേഴ്സ് സിനിമ എന്നൊക്കെ പറയാവുന്ന ഇതിനകത്തുണ്ട്. പത്മനാഭസ്വാമിക്ക് ഒരു ട്രിബ്യൂട്ടാണ് ഗോപാലേട്ടൻ ചെയ്യുന്ന 2ാമത്തെ പടം. ഒറ്റക്കൊമ്പനുണ്ട്, LK ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതെല്ലാം എനിക്ക് ചെയ്ത എനിക്ക് സ്ക്രീനിൽ കാണണം. ആ സ്ക്രീനിൽ ഞാൻ വരുന്നതിൽ നിന്നുണ്ടാവുന്ന എനിക്കുള്ള ബെനിഫിറ്റ് എൻ്റെ മക്കളുടെ ബെനിഫിറ്റായിട്ട് എനിക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രമല്ല, വേറെ ഒരു വിഭാഗമുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു 5-10% എനിക്ക് കൊടുക്കണമെങ്കിൽ ആ വരുമാനം വേണ്ടേ? ആ വരുമാനം നിർത്തിയാൽ, മന്ത്രി കളിക്കാൻ നടന്നാൽ എന്താണ് ഇവിടെ പറയുക? ആ ഇലക്ഷൻ കഴിഞ്ഞപ്പം പാവപ്പെട്ടവരെല്ലാം മറന്നു. അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സുരേഷ് ചേട്ടാ, ഒരു വലിയ ജനത അങ്ങേ കാത്ത് തൃശ്ശൂരിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങയെ അപേക്ഷിച്ച് അമ്മമാരുടെ മകനായി
പെങ്ങന്മാരുടെ ആങ്ങളയായി കുട്ടികളുടെ അച്ഛനായി വളരെയധികം പ്രവർത്തിച്ച ഒരാളാണ് അങ്ങ്. ഇനിയും അങ്ങേക്ക് ഈ കാര്യങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ കേന്ദ്രവും കേരളവുമായിട്ടുള്ള ഒരു വടമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു മന്ത്രിയായി ഞാൻ അങ്ങോട്ട് ഇത്തിരി വിട്ടുകൊടുത്താലും ഞാൻ വടം ഇങ്ങോട്ട് പിടിക്കും. ആ ചുവന്ന റിബൺ എപ്പോഴും അങ്ങയുടെ ഭാഗത്തായിരിക്കട്ടെ, കൃത്യമായി അങ്ങയുടെ ഭാഗത്തായിരിക്കട്ടെ, കേരളത്തിന്റെ ഭാഗത്തായിരിക്കും. എത്രയും വേഗം ഒരു മന്ത്രിയായി കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് ഇത്രയും നേരം ഇന്റർവ്യൂ തന്നതിന്, ഫസ്റ്റത്തെ ഇന്റർവ്യൂ തന്നതിന് വളരെയധികം സന്തോഷം. ഞാൻ ശരിക്കും ആഗ്രഹിച്ചു കേട്ടോ, സ്മൃതിയും നികേഷും അരുണും ഞങ്ങൾ അങ്ങനെയാണ് ഒക്കെ പാർട്ടേക്കേഴ്സ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്, ഒരു 20-25 മിനിറ്റ് കൊണ്ട് എടുത്ത തീരുമാനമാണ് ഇവിടെ ഇറക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. we'll hit the dashboard. താങ്ക് യു സോ മച്ച്. Thank you.